പലപ്പോഴും നമ്മളുടെ ഷോൾഡർ പെയിന് കാരണം ഷോൾഡറിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിലുകളുടെ വീക്ക്നെസ് കാരണമാണ്. ഇന്ന് നമുക്ക് ആ മസിലുകളെ എങ്ങനെ ബലപ്പെടുത്താം എന്ന് നോക്കാം. ആദ്യം നമ്മൾ കാണിക്കുന്നത് ഈ ഷോൾഡറിൻ്റെ സ്ട്രെച്ചിങ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോൾഡർ സ്ട്രഗിങ്ങിൽ നമ്മൾ ക്ലോക്ക് വൈസും 5 തവണ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. അതുപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ പെൻഡുലം മൂവ്മെൻറ്റ്സ് ആണ്. നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാക്സിമം നമുക്ക് പറ്റുന്ന അത്രയും വീശിക്കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ക്ലോക്ക് വൈസിൽ 5 തവണ, ആൻറ്റി ക്ലോക്ക് വൈസിൽ 5 തവണ. ഇത്തരത്തിലുള്ള തെറാ ബാൻഡുകൾ നമുക്ക് ഫാർമസിയിൽ അവൈലബിൾ ആണ്. ഒത്തിരി വേദനയുള്ളവരാണെങ്കിൽ തുടക്കത്തിൽ നമുക്ക് യെല്ലോ അല്ലെങ്കിൽ റെഡ് കളറിലുള്ള ബാൻഡുകളായിരിക്കും പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ബാൻഡ് നമ്മൾ കയ്യിൽ വെച്ചു. കൈ എൽബോ 90 ഡിഗ്രി ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ 2 കൈനെയും പുറത്തോട്ട് തള്ളാൻ ശ്രമിക്കുക. ഇപ്രകാരം അങ്ങനെ ഒരു 5 to 10 സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. അടുത്തത് നമ്മൾ ഈ ഒരു തെറാ ബാൻഡ് ഇതേപോലെ കെട്ടിയതിന് ശേഷം നമ്മുടെ ജനലിലോ അല്ലെങ്കിൽ വാതിലിൻ്റെ മുകളിലെങ്ങാനും ഒന്ന് ഹുക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ ഈ കൈൻ്റെയാണ് കാണിക്കുന്നത്. ഈ ഒരു ബാൻഡിനെ നമ്മൾ ഉള്ളിലോട്ട് വലിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ഒരു 10 സെക്കൻഡ് വലിച്ചു പിടിക്കാൻ ശ്രമിക്കുക. റിലാക്സ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ഈ തെറാ ബാൻഡ് കാലിൽ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് ഇപ്രകാരം കൈ നിവർത്തുക. ഇത് നമ്മുടെ പുറകിൽ നിന്ന് ഏകദേശം ഒരു 30 ഡിഗ്രി മുന്നോട്ട് ആയിട്ട് വേണം നമ്മൾ പിടിക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു തെറാ ബാൻഡിനെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, താഴോട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഇതിനെ മുന്നോട്ട് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. ഇനി നമ്മൾ ഒരു ബോഡിയുടെ അതേ പ്ലെയിനിൽ നമ്മൾ അതിനെ മുകളിലേക്ക് വലിക്കുന്നു. 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തതിന് ശേഷം താഴോട്ട് കൊണ്ടുവരുന്നു. ഈ ഓരോ എക്സസൈസും നമ്മൾ ഒരു 20 തവണ റിപ്പീറ്റ് ചെയ്യുകയാണ് ഏറ്റവും ഉത്തമം. ആദ്യം കാണിച്ച നമ്മുടെ സ്ട്രെച്ചിങ്ങും അതുപോലെ ഷോൾഡർ കോർ മസിൽ സ്ട്രെങ്തനിങ്ങും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഷോൾഡർ പെയിനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് അത് ഒത്തിരി സഹായിക്കും.